എനിക്ക് വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡറാണ് നമ്മൾ വെഞ്ഞാറമ്മൂട് കണ്ടത്. അതായത് ഒരു കൂട്ട ആത്മഹത്യ അല്ലെങ്കിൽ കൂട്ട കൊലപാതകമാണ് എങ്കിൽ ഓരോ സ്ഥലത്ത് എത്തിയതിന് ശേഷം റിലാക്സ് ചെയ്ത് ഫോണിൽ വിളിച്ച് പിന്നെ മദ്യപിച്ച് അങ്ങനെയൊക്കെ പോയി റിലാക്സ് ചെയ്ത് ചെയ്യേണ്ടതല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല അഫാൻ ചെയ്തിരിക്കുന്നത്. ഓരോ സ്ഥലത്തെത്തി മുത്തശ്ശിയെ കൊന്നതിന് ശേഷം തിരിച്ച് വന്ന് റിലാക്സ് ചെയ്ത് ഫോൺ വിളിച്ച് ബാറിൽ കയറി മദ്യപിച്ച് അങ്ങനെ മൊത്തത്തിൽ ഒരു റിലാക്സേഷനിലാണ് എല്ലാ കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത്. ഇതിൽ ഉമ്മയെ കൊന്നത് മാത്രമാണ് കുറച്ച് വിചിത്രമായി നമുക്ക് തോന്നുന്നത്. മാത്രമല്ല ഉമ്മ പറയുന്ന ചില കാര്യങ്ങളും ഇപ്പോഴും ഉമ്മ കടലിൽ നിന്ന് വീണതാണ് എന്ന് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അല്ല എന്ന് ഇതിൽ വൈദഗ്ധ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും നിരീക്ഷകരും ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല. ഇപ്പോൾ പോലീസിൻ്റെ പുതിയതായിട്ട് വന്ന വിവരം ഒരു തവണ ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുള്ളൂ. മാത്രമല്ല ഇയാളുടെ ശരീരം പൂർണ്ണ ആരോഗ്യവാനാണ്. ഇന്ന് ജയിലിലേക്ക് ഇയാളെ മാറ്റും. എന്തായിരിക്കും ഈ ഉമ്മ മറയ്ക്കുന്നത്? എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഈ അഫാൻ്റെ ഉമ്മയാണ് പല കാര്യങ്ങളും ഇപ്പോഴും മറച്ചു വെക്കുന്നത്. കാരണം സ്വന്തം ഉമ്മുമ്മ അത് മരിക്കുന്നു, സഹോദരനെ കൊല്ലുന്നു, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സഹോദരനെയും ഭാര്യയും കൊല്ലും, ഇത്രയൊക്കെ കൊലപാതകം നടത്തി ഇവൻ്റെ പ്രണയിനിയെ കൊല്ലുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ഉമ്മയ്ക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാമായിരുന്നു. പക്ഷേ ഇവിടെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കുന്ന ആ സ്ത്രീയാണെന്നുള്ള സംശയം പോലീസിനുണ്ട്. കാരണം അവരുടെ പേരിൽ 65 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണുള്ളത്. വീട്ടിലെ ചെലവുകൾ ഉൾപ്പെടെ നടത്തുന്നതിന് അല്ലെങ്കിൽ മകൻ്റെ ആവശ്യങ്ങൾക്ക് അനാവശ്യമായി പണം സമ്പാദിക്കുന്നു. ഇനി അഫാൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ, അവന് അധികം ആളുകളുമായിട്ട് വലിയ സമ്പർക്കമൊന്നുമില്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇവൻ ബൈക്കിൽ സ്ഥിരമായി പുറത്ത് എവിടേക്കോ സഞ്ചരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ മേഖല കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ഒരു പക്ഷേ മാധ്യമങ്ങളിലേക്ക് അത് ചോർന്നാൽ അവർ അതിൻ്റെ ഉള്ളുകളികൾ തേടിപ്പോയാൽ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ചില സത്യങ്ങൾ, ഒളിച്ചു വെക്കപ്പെട്ട പല കാര്യങ്ങൾ പുറത്തേക്ക് വരും. അതായത് ഒരു പ്രത്യേക വിങ് അവിടെ പ്രവർത്തിക്കുകയും ആ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുകയുമാണ് ചെയ്യുന്നത്. ഈ കൊലപാതകം നടന്ന ഉടനെ കേരളീയ സമൂഹം ഒന്നാകെ അഫാനെ കുറ്റപ്പെടുത്തി അഫാൻ എങ്ങനെ കഴിയും സ്വന്തം രക്തത്തിലുള്ളവരെ കൊലപ്പെടുത്താനൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇവൻ്റെ നാട്ടിലേക്ക് ചെന്നാൽ ഈ വീടിൻ്റെ പരിസരത്തുള്ള ആളുകൾ ഉൾപ്പെടെ ഇവൻ പാവമാണ്, ഇവൻ അത്ര പ്രശ്നക്കാരനൊന്നും ആയിരുന്നില്ല, ഇവൻ ഇന്നലെ പെട്ടെന്ന് തലയ്ക്ക് വെളിവില്ലാതെ പോലെ പ്രവർത്തിച്ച എന്ന് പറഞ്ഞിട്ട് ഇവനെ പൊതിഞ്ഞു പിടിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു. എന്തിനാണ് ഈ അഫാനെ പൊതിഞ്ഞു പിടിക്കുന്നത്? സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ കണ്ടാൽ സമീപത്തുള്ള ആളുകൾ, പ്രദേശവാസികൾ, നാട്ടുകാരെല്ലാം തന്നെ അവനെ കുറ്റപ്പെടുത്തുകയും അവൻ്റെ പോരായ്മകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. അതായത് അഫാൻ ചുറ്റിക ഉപയോഗിച്ച് മാരകമായി മറ്റുള്ളവരുടെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അത് 1ഉം 2ഉം തവണയല്ല, 10ഉം 20ഉം തവണ. എത്ര ക്രൂരമായിട്ടാണ് ഒരാളെ കൊല്ലാൻ പറ്റുന്നത്? അപ്പോൾ ഒരാളെ കൊന്നതിന് ശേഷം രക്തവും അതുപോലെ തന്നെ മാംസവും ഒക്കെ ചിതറിത്തെറിച്ച് മനസ്സൊട്ടും ചാഞ്ചല്യപ്പെടാതെ പിന്നീട് ബൈക്കിൽ കയറി യാത്ര ചെയ്യണമെങ്കിൽ ഇവന് കൃത്യമായ ഒരു പരിശീലനം ലഭിക്കണം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒരു പരിശീലനം ലഭിച്ചിട്ട് ചെയ്യുന്നതും യാതൊരു പരിശീലനമില്ലാതെ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു പാമ്പിനെ കൊല്ലാൻ പോലും മനുഷ്യൻ പേടിക്കുന്നുണ്ട്, ഒരു എലിയെ കൊല്ലാൻ പേടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ ഒരു സഹജീവിയെ, മനുഷ്യനെ തന്നെ കൊന്നിട്ട് എങ്ങനെയാണ് ബൈക്കിൽ കയറി നടക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇതിനൊരു പരിശീലനം ലഭിക്കണം. അപ്പോൾ ആ ഭാഗത്ത് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകുന്ന ഒരു ഗ്രൂപ്പ് പ്രവർത്തിച്ചു. എന്ത് പരിശീലനമാണ് നൽകുന്നത് നമുക്കറിയില്ല. കായിക പരിശീലനം നൽകിയാൽ പോലും അതിനെ ശരിയായ രീതിയിലും തെറ്റായ രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും. നമ്മൾ കേട്ടിട്ടുണ്ട് MET7 എന്ന് പറഞ്ഞിട്ട് മലബാർ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം. അന്ന് അതിനകത്ത് ചില ഈ SDPI പോലെയുള്ള ഭീകര സംഘടനകളുമായി പ്രവർത്തിച്ച, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകളുമായി പ്രവർത്തിച്ച എന്നൊക്കെ പറയുന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അതിൽ CPMൻ്റെ ആൾക്കാരും മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും എല്ലാം ഉൾപ്പെട്ടപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ കുറേ പേരെത്തി. ചില മതപണ്ഡിതരെത്തി സ്ത്രീകൾ ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ പാടില്ല, പുരുഷന്മാർക്കൊപ്പം നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനിടയിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. പക്ഷേ കൃത്യമായ സമയത്ത് കേരള സർക്കാരിൽ ചില മന്ത്രിമാർ അതിനകത്ത് ഇടപെട്ട് ആ ചർച്ചയെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടുപോയി. അത്തരം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ എങ്ങനെ രൂപീകരിക്കപ്പെടുന്നത്? ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിട്ട് രൂപീകരിക്കപ്പെടുകയും അവരുടെ ആശയങ്ങൾക്കനുസരിച്ച്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. ഇവിടെ സംഭവിക്കുന്നതല്ലേ, അഫാൻ ഉൾപ്പെട്ട ഒരു പ്രത്യേക ഗ്രൂപ്പ് അവിടെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ സംഘവുമായി ബന്ധപ്പെട്ട് ഉമ്മയ്ക്കും ചില ബന്ധങ്ങളുണ്ട്. 65 ലക്ഷം രൂപ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആദ്യത്തെ 2 ദിവസം പണം കൊടുത്ത ഒരാൾ പോലും പ്രത്യക്ഷമായി രംഗത്തേക്ക് വന്നിട്ട് എനിക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടാനുണ്ട്, ഞാൻ ഇത്ര രൂപ കടം കൊടുത്തു, ഒരാളെ പോലും നമ്മൾ മീഡിയയിൽ കണ്ടില്ല. അപ്പോൾ ആ ആളുകളെല്ലാം എവിടെയാണ്? അപ്പോൾ അഫാനെ ഇത്രയും കാലം പ്രൊട്ടക്റ്റ്
സെലക്ട് ചെയ്ത ഒരു ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പ് ഈ മേഖലയിലും ഇടപെട്ടിട്ട് ഒരു കാരണവശാലും നിങ്ങൾ പൈസ ചോദിച്ച് ആ കുടുംബത്തിലേക്കോ മാധ്യമങ്ങളുടെ മുമ്പിലേക്കോ ചെല്ലരുത് എന്ന് നിർദ്ദേശം നൽകുകയോ അല്ലെങ്കിൽ ആജ്ഞ പുറപ്പെടുവിക്കുകയോ ചെയ്തു. ഇത് രണ്ടിനെയും നമ്മൾ കാരണം. മാത്രമല്ല, ഈ പൈസ ചോദിച്ച് അങ്ങോട്ടേക്ക് വന്നാൽ ഈ ഗ്രൂപ്പിൻ്റെ ചില കാര്യങ്ങൾ പുറത്തു വരും. ഇത് പുറത്തു വരരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഇത് സംബന്ധിച്ച് അവിടെയുള്ള ചില പൊതുപ്രവർത്തകർ രംഗത്ത് വന്നു. പക്ഷേ ഈ പൊതുപ്രവർത്തകരെ ഈ വീടുമായി അടുപ്പിക്കാതിരിക്കാൻ മറ്റ് ചില ആളുകൾ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അതിനെ തടഞ്ഞു വെച്ചു. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഈ ചുറ്റിക ഉപയോഗിച്ച് ആഞ്ഞടിച്ച് കൊല്ലുന്ന ഒരു പ്രവൃത്തി നമുക്കറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ, അദ്ദേഹം BJPയുടെ ഒക്കെ സജീവ പ്രവർത്തകനാണ്, വീട്ടിൽ കയറി അടിച്ചു കൊല്ലുകയാണ്. അന്നും ഇതുപോലെ ഭാരമുള്ള ഒരു വസ്തു വെച്ച് തലയ്ക്കടിച്ചു. അതിനുശേഷം ചുറ്റികയോ മറ്റോ ആണ്. അതിനുശേഷം കൂടം ഉപയോഗിച്ച് അടിച്ചു എന്നാണ്. കൂടം എന്ന് പറഞ്ഞാൽ അറിയാലോ, ചുറ്റികയേക്കാൾ എത്രയോ ഇരട്ടി ഭാരമുള്ള ഒരു വസ്തു ഉപയോഗിച്ച് തലയ്ക്ക് ആഘാതം ഏൽപ്പിക്കുകയാണ്. തലച്ചോറ് സഹിതം തെറിച്ചു പോവുകയാണ്. ഇങ്ങനെ അടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഉപയോഗിച്ച ആയുധം ഏതാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഒരു ബുദ്ധി. അപ്പോൾ ഈ ബുദ്ധി ഈ വന്ന അക്രമികൾക്ക് ലഭിക്കണമെങ്കിൽ എവിടെ നിന്നോ കൃത്യമായ ഒരു പരിശീലനം ലഭിച്ചു. പ്രതികളെ പിടികൂടി. അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായിരുന്നു. അവർ കൃത്യമായി പരിശീലനം നൽകുന്നുണ്ട്. അവർ എക്സസൈസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഈ പരിശീലനം നൽകുന്നത്. ഇനി കുറച്ചു കാലം കൂടെ പിന്നിലേക്ക് പോയാൽ തെരുവിൽ കൂടി ഓടി നടക്കുന്ന നായകളുടെ ദേഹത്ത് വടിവാൾ പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആരോ വെട്ടി പരിക്കേൽപ്പിക്കുന്നു. ചില നായകൾ മരിച്ചു കിടക്കുന്നു. ചിലർക്ക് ദേഹം മുഴുവൻ പരിക്കേറ്റ് നടക്കുന്നു. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് ഇങ്ങനെ ആയുധം പ്രയോഗിക്കാനായിട്ട് പഠിച്ചത് ആരാണ്? അത് സംബന്ധിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങിയെങ്കിലും ഇടയ്ക്ക് വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു, വഴിതിരിച്ചു വിടുന്നു. അപ്പോൾ ഈ വഴിതിരിച്ചു വിടുന്നത് ആരാണ്? സംശയം തോന്നില്ലേ? തീർച്ചയായിട്ടും ഈ അഫാന്റെ പ്രവർത്തികൾ നമ്മൾ ആ ദിവസം മുതൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ നോക്കിയാൽ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ അഫാൻ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്രയും വലിയ കൊലപാതകങ്ങൾ, താൻ ജീവൻ തുല്യം സ്നേഹിക്കുന്ന പ്രണയിനി, അതിലും ജീവൻ തുല്യം സ്നേഹിച്ച അനിയൻ എന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല ഇയാളുടെ മനസ്സിൽ ഇവരോടുള്ള പകയുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. മാത്രമല്ല ഈ ഉമ്മയായ ഷെമി അച്ഛൻ വന്നപ്പോൾ അച്ഛനോടും പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നുള്ളത്. അപ്പോൾ ആളുകൾ പറയുന്നത് മകനെ രക്ഷിക്കാനായിട്ട്, ഇവർ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല, മകനെ രക്ഷിക്കാനായിട്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പിതാവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവിൽ 15 ലക്ഷം രൂപയുടെ കടബാധ്യതയേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് 65 ലക്ഷം രൂപയുടെ കടബാധ്യത വന്നത്? 7 കൊല്ലം പിതാവ് പണമൊന്നും അയച്ചില്ല, നാട്ടിൽ വന്നില്ല എന്നാണ് പറയുന്നത്. പണം അയച്ചിട്ടില്ല എന്നത് ഒരിടവും വന്നിട്ടില്ല. വീട്ടിൽ ചെലവിന് വേണ്ടി 65 ലക്ഷം രൂപ റോള് ചെയ്ത് ഉമ്മ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ഈ ഉമ്മയ്ക്കെല്ലാം അറിയാം. അതുകൊണ്ട് പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കാനാണ് ഇവർ തലയിടിച്ച് വീണത് എന്ന് പറയുന്നത്. മാത്രമല്ല പോലീസ് ഇതിൽ കുറേ കാര്യങ്ങൾ മറയ്ക്കുന്നതായി നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി, ആ ഒരൊറ്റ വാക്കിൽ മാത്രമാണ് ഈ കേസ് കിടന്ന് കറങ്ങുന്നത്. വലിയ കടബാധ്യതയുണ്ട്, ആ കടബാധ്യതയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ പറയുന്നു ഇവൻ എലിവിഷം കഴിച്ചിട്ടില്ല, പ്രതി എലിവിഷം കഴിച്ചിട്ടില്ല, ശരീരം പൂർണ്ണ ആരോഗ്യവാനാണ്, ലിവറും കിഡ്നിയും തലച്ചോറുമൊക്കെ പെർഫെക്റ്റ് ആണ്, ഇന്ന് ജയിലിലേക്ക് മാറ്റും, ഉമ്മുമ്മയുടെ കേസിൽ ഇന്ന് ജയിലിലേക്ക് മാറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അല്ലെങ്കിൽ നമ്മളിത് മൊത്തം നമ്മളൊന്ന് അവലോകനം ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ കൃത്യമായ പരിശീലനം ഈ യുവാവിന് കിട്ടിയിട്ടുണ്ട്. ആ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിൻ്റെ പിന്നിൽ, ഏതെങ്കിലും ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ, ആരൊക്കെയോ ഇതിൽ ചരട് വലിക്കുന്നുണ്ട്, ഇവനെ രക്ഷപ്പെടുത്താമെന്നുള്ള ഉറപ്പ് ഇവന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഫലം തന്നെയാണ് ഈ ആശുപത്രി കിടക്കയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അഫാന്റെ പുഞ്ചിരിക്കുന്ന മുഖം നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. അത് ഇവനെ ഒരു ഉറപ്പ് നൽകുകയല്ല. കാരണം ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ നിഗൂഢ സംഘത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരും. ഇത് പുറത്തു വന്നാൽ വലിയൊരു നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളായിരിക്കും വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവനെ ഇത്തരത്തിൽ ചുറ്റിക ഉപയോഗിച്ച് കൊന്നാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകരാക്രമണം നടത്തിയാൽ എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അതുകൊണ്ട് എങ്ങനെ മനസാന്നിധ്യം വീണ്ടെടുക്കാം, ഇതൊരു ട്രെയിനിങ്ങിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവൻ ലഹരി വസ്തുവിന് അടിമയല്ല. ആദ്യം നമ്മൾ കരുതും സിന്തറ്റിക് ഡ്രഗ് പോലെയുള്ള മരുന്നുകൾ ഇവൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല. അല്ലാത്ത ഒരാൾക്ക് ഒരാളെ അടിച്ചു കൊന്നതിന് ശേഷം ബൈക്കിൽ കയറി യാത്ര ചെയ്യാനും പിന്നീട് 7 മണിക്കൂറിന് ശേഷം പോലീസിന് മുമ്പിൽ കൂളായിട്ട് ചെന്ന് കീഴടങ്ങാനും ഞാൻ ഇത്രയും പേരെ കൊന്നെന്നൊന്നും പറയാൻ കഴിയില്ല. അതിന് മെൻ്റലി പ്രിപ്പയർ ആകണം, ഫിസിക്കലി പ്രിപ്പയർ ആകണം. ആ രീതിയിലുള്ള സപ്പോർട്ട് നൽകിയത് ആരാണ്? അപ്പോൾ ആ മേഖലയിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുണ്ടെന്നും അവിടെ ഒരു കൂട്ടായ്മയുണ്ടെന്നും ആ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട അഫാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിൻ്റെയും സൂചനകൾ വരുന്നു. ഈ സൂചനകളുടെ വിവരം ഔദ്യോഗികമായി പുറത്തു പറയേണ്ടത് പോലീസാണ്. കാരണം പോലീസ് ഭാഷ്യം അനുസരിച്ച് മാത്രമേ പിന്നീട് മാധ്യമങ്ങൾക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ.
പക്ഷേ സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ വ്യാപകമായി ഈ കാലഘട്ടത്തിൽ എത്രയൊക്കെ ഒളിച്ചു വന്നാലും ഒടുവിൽ സത്യം പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ പോലീസും അന്വേഷണ സംഘവും ഒക്കെ ഈ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അഫാനെ പോലെയുള്ള ഒരു മനുഷ്യനെ ഒട്ടും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മൃഗതുല്യനായ ഒരാളെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്. ഇതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ ഉള്ളിലേക്ക് തന്നെ വേണം.